ഫ്രാൻസിൽ കത്തോലിക്ക ദേവാലയങ്ങൾക്ക് തീപിടിക്കുന്നത് നിത്യസംഭവമായി മാറുന്നു. വടക്കൻ ഫ്രാൻസിലെ സാന്തോമേപ്രർ പട്ടണത്തിലെ അമലോദ്ഭവ മാതാ ദേവാലയമാണ് ഏറ്റവും ഒടുവിൽ അഗ്നിക്കിരയായത്. തിങ്കളാഴ്ച രാവിലെ പ്രാദേശിക സമയം 4:30 തീപിടുത്തമുണ്ടായത്. തീ പടരുന്നതിനിടയിൽ അഗ്നിശമന സേന അംഗങ്ങളുടെ അനുമതിയോടെ ദേവാലയത്തിനകത്ത് പ്രവേശിച്ച വികാരി ഫാദർ സെബാസ്റ്റ്യൻ റൂസൽ വിശുദ്ധ കുർബാനയും തിരുശേഷിപ്പുകളും സുരക്ഷിതമായി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി. കുരിശും രൂപങ്ങളും നീക്കാൻ ശ്രമിച്ചെങ്കിലും തീ ആളിപ്പളർന്നതുകൊണ്ട് സാധിച്ചില്ല. 100ഓളം അഗ്നിശമന സേന അംഗങ്ങൾ തീയണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും പള്ളിയുടെ നിയോഗത്തിക്ക് മണിമാളികയും മേൽക്കൂരയും കത്തിയമർന്നു. അനേക ലക്ഷം യൂറോയുടെ നഷ്ടമുണ്ടായി. പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് വർഷങ്ങൾ സമയമെടുക്കുമെന്നും വികാരി ഫാദർ റൂസൽ പറഞ്ഞു. 2018 നവീകരണത്തിന് ശേഷം ഇപ്പോഴുണ്ടായ ഈ തീപിടുത്തം ഇടവക അംഗങ്ങളെ ദുഃഖത്തിലാഴ്ത്തിയെന്ന് ഫാദർ റൂസൽ പറഞ്ഞു. പള്ളിക്ക് സമീപം താമസിക്കുന്ന 57 താമസക്കാർക്കാണ് വീടൊഴിയേണ്ടി വന്നത്. ഉറക്കത്തിനിടയിലാണ് തീ പടർന്നു പിടിച്ചത്. അങ്ങനെയാണ് അവർ അറിഞ്ഞതും. അഗ്നിശമന സേന അംഗങ്ങളെ ഉടനെ തന്നെ വിവരം അറിയിച്ചു. ഇത് എൻ്റെ പള്ളിയായതുകൊണ്ട് ഞാൻ വികാരാധീനനാണ്, ഞാനൊരു വിശ്വാസിയാണ്, അവിടെ കന്യാമറിയത്തോട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ന് പ്രദേശവാസി പറഞ്ഞു. 1859 നിർമ്മിച്ച ഈ ദേവാലയം രണ്ട് ലോകമഹായുദ്ധങ്ങളെയും അതിജീവിച്ച ദേവാലയമാണ്. അതേസമയം ദേവാലയത്തിൽ കയറി തീവച്ചത് എന്ന് സംശയിക്കുന്ന പ്രതിയെ അറസ്റ്റ് ചെയ്തു. സമാധാന കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുള്ള ഇയാൾ പള്ളിയുടെ ജനാല തകർത്താണ് അകത്ത് കയറിയത്. പ്രതിയെക്കുറിച്ച് മറ്റ് വിവരങ്ങൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ഗർഭഛിദ്രം, ഗർഭനിരോധന ഉപാധികൾ തുടങ്ങിയ നടപടികൾ മൂലമുണ്ടായ ജനന നിരക്കിലെ കുറവിന്റെ പ്രത്യാഘാതങ്ങൾ പരിഹരിക്കുവാൻ വലിയ തോതിൽ അഭയാർത്ഥികളെ സ്വീകരിച്ച യൂറോപ്യൻ രാജ്യങ്ങളിൽ ഒന്നാണ് ഫ്രാൻസ്. ഇന്ന് ഫ്രാൻസിലെ ക്രിസ്ത്യൻ ദേവാലയങ്ങൾ തകർക്കപ്പെടുന്നതും അക്രമ സംഭവങ്ങളും പതിവായി മാറിയിരിക്കുകയാണ് എന്നാണ് വിവിധ റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നത്. വിശ്വാസികളും കൊല്ലപ്പെട്ടു എന്ന് പറയുന്നു. ഈ അഭയാർത്ഥി നയത്തിന്റെ പാളിച്ചയായിട്ടാണ് ഇതിനെ കാണുന്നതെന്നും